എല്ലാം അറിയാം എന്നാൽ ഒന്നും അറിയില്ല എന്നുള്ള അവസ്ഥയിലാണ് മലയാളിയുടെ പ്രമേഹ രോഗ ചികിത്സയുടെ അവസ്ഥ. പ്രമേഹ രോഗമല്ല, എല്ലാ രോഗങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ്? പലപ്പോഴും ചികിത്സിച്ച് അല്ലെങ്കിൽ കെയർ ചെയ്ത് വല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ് പ്രമേഹ രോഗം പലപ്പോഴും ഡോക്ടറെ അടുത്ത് വരുന്നത്. ശരിക്കും പ്രമേഹ രോഗത്തെക്കുറിച്ച് മലയാളിക്ക് കൃത്യമായി അറിയാമോ എന്ന് തന്നെ സംശയമാണ്. എന്താണ് പ്രമേഹം? എപ്പോഴാണ് നമ്മളിത് ചികിത്സ തുടങ്ങേണ്ടത്? നമ്മളിപ്പോൾ പ്രമേഹ രോഗി അല്ലെങ്കിൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? പലപ്പോഴും വിത്തൗട്ട് ചായയിൽ ഒതുങ്ങുന്നതാണ് നമ്മുടെ പ്രമേഹ ശ്രദ്ധ. പ്രമേഹം എന്ന് വെച്ചാൽ എന്താണ്? ശരിക്കും എന്തുകൊണ്ടാണ് മലയാളി ഇത്രയും പ്രമേഹ രോഗികളായി മാറുന്നത്? പ്രമേഹ രോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ 3 ഘടകങ്ങളാണുള്ളത്. ആദ്യത്തേത് അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്, രണ്ടാമത്തേത് നമുക്ക് പ്രോട്ടീൻ, മൂന്നാമത്തേത് കൊഴുപ്പ്, പിന്നെ കുറച്ച് വൈറ്റമിൻസും കുറച്ച് മിനറൽസുമാണ് നമ്മുടെ ശരീരത്തിൽ ഭക്ഷണത്തിൻ്റെ രൂപത്തിൽ അകത്തോട്ട് ചെല്ലുന്നത്. നമുക്ക് ഈ ശരീരത്തിലോട്ട് ചെല്ലുന്ന ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ശരിയായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിക്കൊണ്ടുള്ള ഹോർമോണിൻ്റെ പേരാണ് ഇൻസുലിൻ. പ്രധാനമായും ഇൻസുലിൻ സ്വാധീനിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തെയാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഇൻസുലിൻ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായി അത് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തെയും തുടർന്ന് പ്രോട്ടീൻ മെറ്റബോളിസത്തെയും തുടർന്ന് അത് കൊഴുപ്പിൻ്റെ മെറ്റബോളിസത്തെയും ബാധിക്കും. ഇൻസുലിൻ ശരീരത്തിൽ തീരെ ഇല്ലാത്ത അവസ്ഥയിലാണ് നമുക്ക് ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത്. ടൈപ്പ് 2 പ്രമേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ട്, പക്ഷെ നാം സാധാരണയായി വരുന്ന ഭാഷ മുടിയനായ പുത്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്, പക്ഷെ എഫക്റ്റീവായിട്ട് ഒന്നും നടക്കുന്നില്ല. ആ തരത്തിലാണ് ഉള്ളത്. ചോദ്യം നമുക്കെല്ലാം അറിയാം, ഈ അടുത്ത് വന്നതായ ഒരു പ്രബന്ധത്തിൽ, മെഡിക്കൽ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ താമസിക്കുന്ന സ്ഥലം നമ്മുടെ കേരളമാണ്. ഏകദേശം 4-1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 25% വ്യക്തികൾക്ക് പ്രമേഹം ഉള്ളതായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. പ്രമേഹമല്ല മാത്രമല്ല, അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ തരത്തിലുള്ളതായ ജീവിതശൈലി രോഗങ്ങളും ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. അതിന് കാരണങ്ങൾ പലതാവാം. പക്ഷെ ശരിയായൊരു ചോദ്യത്തിന് അല്ലെങ്കിൽ ശരിയായൊരു ഉത്തരം, ഇതിന് കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. പലരും പറയുന്നു അമിത ഭക്ഷണമാവാം, ഒരുപക്ഷെ ചില തരത്തിലുള്ളതായ ഭക്ഷണത്തിൻ്റെ പ്രശ്നങ്ങളാവാം, ഒരുപക്ഷെ നമ്മൾ കഴിക്കുന്നതിൽ ഭക്ഷണത്തിൽ കൂടിയിട്ടുള്ളതായ അല്ലെങ്കിൽ കടന്നുകൂടിയിട്ടുള്ളതായ മറ്റു പല വിഷവസ്തുക്കളാവാം എന്നൊക്കെ തരത്തിലുള്ള പോസ്റ്റുലേഷൻസ് ഉണ്ടെങ്കിൽ കൂടെ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ സംസാരിക്കാം. ആദ്യത്തേത് ജനിതകമായ കാരണം, അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബത്തെ ചരിത്രത്തെ ആസ്പദമാക്കിയിട്ടാവാം അങ്ങനെ സംഭവിക്കുന്നു. രണ്ടാമത്തെ പ്രശ്നം നമുക്കറിയാവുന്നത് പോലെ തന്നെ അമിതമായ ഭക്ഷണം. മൂന്നാമത്തെ കാരണം നമ്മളുടെ വ്യായാമമില്ലായ്മ. നാലാമത്തെ കാരണം നാം കഴിക്കുന്നതായ ചില മരുന്നുകളോ അല്ലെങ്കിൽ ചില ഭക്ഷ്യവസ്തുക്കളോ ഒരുപക്ഷെ ഈ പ്രമേഹത്തിന് നമ്മളിലോട്ട് ആകർഷിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള പല കാരണങ്ങളാണ് ഉള്ളത്. പക്ഷേ സത്യത്തിൽ നിരാശാജനകമാണ്, ഇന്നും ഇതിന് കാരണം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. രത്ന ചുരുക്കത്തിൽ ഇത്രയാണ് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്.